ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണൂസ് കിച്ചൺ. ഇപ്പോൾ മിക്സ്ചറുമായിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കും. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങാനേ പാടില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മിക്സ്ചറുടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അർണൂസ് കിച്ചൺ കാണുന്നതെങ്കിൽ അഥവാ ഇതുവരെ അർണൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ്സിന് അളവാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 2 ഗ്ലാസ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എരിവ് ചേർക്കാവുന്ന മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ചേഞ്ച് വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കളറ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം എരിവിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് അളവിന് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 1/4 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കായൊക്കെ നിങ്ങൾ അതേ അളവിനാണ്, നിങ്ങളുടെ ടേസ്റ്റിൻ്റെ അളവിനാണ് നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 സ്പൂണേ കാലും കുറവ് സ്പൂണിലേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/4 സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഈ പൊടിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തെങ്കിൽ ഞാൻ കുറച്ചൊരു ഭാഗം ഞാൻ ഇതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിന് ചപ്പാത്തി മാവിൻ്റെ പൈക്കത്തിൽ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ അതേ ഭാഗത്ത് തന്നെ നമുക്ക് കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഗൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പാകത്തിലാണ് നമ്മൾ ഗൂന്തി ഉണ്ടാക്കുന്ന മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സ്ചറിലേക്ക് ആവശ്യത്തിന് പൊട്ടുകടലയാണിത്. അപ്പോൾ ഇനി ഇതും കടലയാണ്, പീനട്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഞാനൊരു 2 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചാണ്, ഇപ്പോൾ സേവനാഴി എന്ന് പറയും. അപ്പോൾ ഇതിലേക്ക് എനിക്ക് 2 അച്ചുണ്ട്. ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നതും പിന്നെ ഒന്ന് വേറെ മുറുക്കുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അച്ചാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിനി മിക്സ്ചറിൻ്റെ ഇതുണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതിലേക്ക് നിറച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന കറിവേപ്പിലയാണ്.
കറിവേപ്പില ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിത് കോരിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കറിവേപ്പിലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടെ മിക്സറിന് നല്ല മണം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ മിക്സർ ഉണ്ടാക്കുന്ന ഫസ്റ്റ് തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയൊക്കെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാം, പൊട്ടുകടല. അതൊന്ന് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അധികം ഗോൾഡൻ കളർ ആവുന്ന ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. നമുക്കിതിൻ്റെ കോരിയിട്ട് മാറ്റി വെക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നിലക്കടല ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ കടലയും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അച്ചിൽ മാറ്റി വെച്ച് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ പൊള്ളാതെ സൂക്ഷിക്കണം. പെട്ടെന്ന് ചൂടൊക്കെ ആകുമ്പം പെട്ടെന്ന് ചൂട് കയ്യിൽ ഇതാവും. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത റൗണ്ട് ഒന്ന് ചുറ്റിയെടുക്കാം.
അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്താലേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിത് വേവിക്കാൻ. അധികം ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതും ശ്രദ്ധിക്കണം. എന്നാൽ ഉള്ളു വെന്ത് കിട്ടുകയും വേണം. അതുകൊണ്ട് നമ്മൾ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് വെക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് തിരിച്ചിട്ടും മറിച്ചിട്ടും വേണ്ടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഗൂന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ തവി എടുത്തിട്ടുണ്ട് ഹോൾസിൽ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ തവി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോക്കണം, കാരണം വെളിച്ചെണ്ണ കുറവ് കഴിഞ്ഞ് എല്ലാം കൂടി യോജിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വെളിച്ചെണ്ണയുടെ അളവൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഗൂന്തി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതും ഒരു 4-5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഗൂന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പിന്നെ അടുത്തതും ഇങ്ങനെ തന്നെ ഞാൻ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ ഗൂന്തിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കടലയും പൊട്ടുകടലയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ബൂന്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ഒരു 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുകളിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ അതാണ് നല്ലത്. മുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മിക്സറുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കണം. ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ഒരാവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.